ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കുറേ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോവുക, താരൻ. അപ്പോൾ എനിക്കാണെങ്കിൽ നന്നായിട്ട് താരൻ ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് വരുന്നതാണ് സ്വാഭാവികം, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, അതിനൊക്കെ പരിഹാരമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഒരു മൺസൂൺ ഹെയർ കെയർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് നമ്മൾ കട്ടിയുള്ള ഹെയർ പാക്ക് ഒന്നും അപ്ലൈ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഇങ്ങനത്തെ ഹെയർ സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു സ്പ്രേ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ താരം പോകാനും ഒക്കെ അടിപൊളിയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്നത് നമ്മുടെ നാടൻ ചെമ്പരത്തിപ്പൂവാണ്. ഈ ഒരു ചെമ്പരത്തിപ്പൂ തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ചെമ്പരത്തിപ്പൂവിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ഹെയർ കെയർ എനിക്കില്ല കേട്ടോ. പിന്നെ എടുത്തേക്കുന്നത് തുളസിയിലയാണ്. പെൻശല്യം മാറാനും ചൊറിച്ചിൽ മാറാനും ഒക്കെ നല്ലതാണ്. പിന്നെ 3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില എല്ലാവർക്കും അറിയാമല്ലോ, മുടി വളരാനായിട്ടും നല്ല കറുത്ത കളറിൽ കരുത്തോടെ മുടി വളരാനായിട്ട് കറിവേപ്പില നല്ലതാണ്. ഇനി അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തീ കൂട്ടിയിടല്ലോ കേട്ടോ. സിമ്മിലിട്ട് മാത്രമേ ഇത് തിളപ്പിക്കാവുള്ളൂ. എന്നാലാണ് അതിൻ്റെ സത്തും ഫുള്ളായിട്ട് അതിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ. നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് 1/2 ഗ്ലാസ് ആവുന്ന വരെ നമ്മളിത് തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക, എന്നിട്ട് യൂസ് ചെയ്യുക. ഇത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഇടവിട്ടിട്ടുള്ള ദിവസങ്ങളിലോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട, അപ്പോൾ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.